ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അതെ, ഇന്ന് വെഡ്ഡിങ്ങിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ രണ്ട് പേരല്ല കേട്ടോ, രണ്ട് കുടുംബങ്ങൾ ഒന്നാവുന്ന ദിവസമാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, ഒരു ഭാഗം പോലും മിസ്സാക്കരുത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പോകാൻ ഇറങ്ങുന്ന ടൈമിന് ഒരു സ്നേഹചുംബനം പതിവാണ്. അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ബ്രൈഡിനെയും ഒക്കെ കണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നേരെ പോയിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ. നമ്മൾ മൂന്നുപേരും വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇക്ക വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും മക്കളുമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ സ്റ്റേജിൽ ആരുമില്ല. പക്ഷേ സ്റ്റേജിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നേരെ പോയത് ബ്രൈഡിനെ കാണാനാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ തന്നെ കണ്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ബാക്കിയൊക്കെ കാണാം. അങ്ങനത്തെ ബ്രൈഡിൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ടാണ്. അവരുടെ വക ഒരു ഫോട്ടോഷൂട്ട് ഇരിക്കട്ടെ. നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിന്. അപ്പോൾ വരുന്നവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് ഫ്രണ്ട്സാണ് കേട്ടോ ബ്രൈഡിൻ്റെ. അപ്പോൾ അവരുടെ സെൽഫി എടുക്കലും അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ അളിയനാണ്, പെണ്ണിൻ്റെ ബ്രോയാണ്. അങ്ങനെ ബൊക്കയും കൊണ്ട് നേരത്തെ തന്നെ ബൊക്കയും പിടിച്ച് നടക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഇക്ക വന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ പോയി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ദേ ബ്രൈഡിൻ്റെ ഉമ്മായും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ വീണ്ടും നമ്മൾ താഴെ പോയിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുവാണേ. നല്ല വെയിലായിരുന്നു കേട്ടോ. അത് കാരണം വരുന്നവരാരും വെള്ളം കുടിക്കാതെ കയറത്തില്ല, അത്രയും ദാഹമായിരുന്നു. ഇത് നമ്മുടെ കാസർഗോഡത്തെ ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ രണ്ടുപേരെയും കണ്ടപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയം നിറച്ച ആളായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴത്തേനും. അങ്ങനെ ഞാൻ ഇക്കായും ഇതേ ഫ്രണ്ടിൽ തന്നെ സൈഡിൽ രണ്ട് കസേരയൊക്കെ ഇട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു കേട്ടോ. അങ്ങനെ ആയിഷ നസറിൻ എൻ്റെ നിന്ന് ഫോണൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ അറിയാതെ എടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ ആൾ മൊത്തത്തിലൊരു വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേർക്കും അവിടെ പോയപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ കസിൻസിൻ്റെ മക്കളാണ്. അപ്പോൾ ഇശലു അവരുടെ കൂടെ തന്നെയായിരുന്നു കളിക്കലൊക്കെ. അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറാമാൻ വന്നു. അങ്ങനെ പാവം പിന്നെ പറയണ്ടല്ലോ അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് അവർ പറയുന്ന പോലെയൊക്കെ ഇരുന്ന് പിന്നെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ദിവസമാണ്. ഫോട്ടോഷൂട്ട് നടക്കുന്ന ടൈമിന് തന്നെ നമ്മുടെ ഗ്രൂം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രൂം വന്ന കാറാണ്. അപ്പോൾ പള്ളിയിലാണ് നിക്കാഹ്. അവർ നേരെ പള്ളിയിൽ കയറിയിട്ടുണ്ട്. കൂടെ വന്ന ഫാമിലീസ് ഗ്രൂമിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഫാമിലീസും റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. കസിൻസൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു പിങ്ക് തീമായിരുന്നു. അപ്പോൾ എല്ലാവരും നേരെ ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രൈഡിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളറും അതിനോട് എല്ലാം മാച്ചായി വന്നിട്ടുള്ളതായിരുന്നു ഗ്രൂമിൻ്റെ വീട്ടുകാരുടെ ഫാമിലീസിൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ കളറും കേട്ടോ. അപ്പോൾ എല്ലാം പിങ്കാണ്. അങ്ങനെ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പരസ്പരം കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇത് അവളുടെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ.
അപ്പോൾ ഓളൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് ഞാൻ കണ്ടു കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രെയിമായിരുന്നു. അങ്ങനെ ദേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശേഷം ഇക്ക താഴെ പോയി, ആരോ വിളിച്ചു. അങ്ങനെ താഴെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ഫ്രണ്ടിൽ തന്നെ എല്ലാവരും കൂടെ ദേ ചെയറിൽ ഇരിക്കുവാണേ. ആ ഒരു ടൈമിന് മക്കളൊക്കെ സ്റ്റേജിൽ കയറി തുടങ്ങി കേട്ടോ. അപ്പോൾ ഗ്രൂം വരുന്നുണ്ട്. ഗ്രൂമിനെ കണ്ടിട്ട് എല്ലാവരും എണീച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂം എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു. അളിയൻ ഭയങ്കര ഹാപ്പിയാണ്. ഫോട്ടോ ഷൂട്ടൊക്കെ അതിനിടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂമിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കസിൻസും ഫ്രണ്ട്സും എല്ലാവരും ബ്ലാക്ക് തീമാണ് കേട്ടോ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നെക്സ്റ്റ് ഗ്രൂമിൻ്റെ എൻട്രി ആണ് കേട്ടോ. ഗ്രൂം ഇതേ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്റ്റേജിലേക്ക് വരാൻ പോവുകയാണേ. മാഷാ അല്ലാ, അടിപൊളി ഒരു എൻട്രിയോട് കൂടി ഒരു കറക്കലൊക്കെ ഇപ്പോൾ പതിവാണല്ലേ. ഇതാണ് നമ്മൾ ട്രിവാൻഡ്രത്തുകാരുടെ കല്യാണം കേട്ടോ. നമ്മളത് താലി കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അത് നാത്തൂൻ, അതായത് ബ്രോയുടെ സിസ്സാണ് നമുക്ക് ഇങ്ങനെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ താലി കെട്ടൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാവരും നല്ല പിങ്കി ആയിട്ടാണുള്ളത്. ബ്രൈഡും പിങ്കിയാണ്. അപ്പോൾ നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. മാഷാ അല്ലാ. നെക്സ്റ്റ് നാത്തൂമാർക്ക് ഗോൾഡ് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അതായത് ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സിന്, സിസ്റ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കസിൻസ് ആരെങ്കിലും ആയിരിക്കും എനിക്ക് താലിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക്, അപ്പോൾ അവർക്ക് ഇങ്ങനെ ഗോൾഡ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് നമ്മുടെ നാട്ടിൽ. നെക്സ്റ്റ് വരുന്നത് ബ്രൈഡിൻ്റെ ഉമ്മച്ചി ഗ്രൂമിനും ബ്രൈഡിനും കൂടെ ആയിട്ട് പാല് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യം കുടിക്കണം, അത് നിർബന്ധമാണ്. പാല് കുടിച്ചിട്ട് ഡൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്രൈഡും കുടിച്ച ശേഷം ഗ്രൂമ് തിരിച്ച് ആ പാല് ഉമ്മച്ചിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ പാലിൻ്റെ കൂടെ എന്തെങ്കിലും ഗോൾഡും കൂടെ കൊടുക്കും കേട്ടോ. അത് എണീച്ച് നിന്ന് ബഹുമാനത്തോടു കൂടി കൊടുക്കുവാണ്. ഇതാണ് ട്രിവാൻഡ്രത്തെ സ്റ്റൈൽ കേട്ടോ കല്യാണം. നിങ്ങളുടെ നാട്ടിലെ കല്യാണം എങ്ങനെയാണ്? ഇതുപോലെയൊക്കെയാണോ? അപ്പോൾ നിങ്ങളുടെ നാട്ടു നടപ്പും ആചാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ കുറേ ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഫാമിലിയാണ്. ഗ്രൂമിൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും ബ്രോയും ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഓരോ ഫാമിലിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം.
നെക്സ്റ്റ് വരുന്നത് അളിയനാണ് ഗൈസ്. അളിയൻ്റെ ടീച്ചറാണ് കേട്ടോ കൂടെ ഉള്ളത്. അടുത്തത് ഉമ്മച്ചിയും വാപ്പച്ചിയും ബ്രോയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആയിഷ നസറിനെയും ഇശലിനെയും കണ്ടിട്ട് ഓടി വന്ന ഇശലിൻ്റെ ആദ്യത്തെ ഇശലിൻ്റെ അല്ല, ആയിഷ നസറൻ ആദ്യമായിട്ട് സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഈ മാമായാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്നത്തെ ആ സ്നേഹം ഇന്നും ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ. അതാണ് വൈഫ്. ഇത്തായും ഭയങ്കര സ്നേഹമായിരുന്നു. മക്കളെ കണ്ടിട്ട് നേരെ പിടിച്ചിട്ട് പോകുമായിരുന്നു കാക്കായെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കസിൻസിനൊപ്പമുള്ള ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്രൈഡിൻ്റെ തന്നെ ഫുൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. ഇത് ഉമ്മച്ചിമാരെല്ലാവരും കൂടെ ഉള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഉമ്മച്ചിമാരും മക്കളും ചെറുമക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയ കുടുംബം. ഉമ്മച്ചിക്ക് 7 സഹോദരങ്ങളാണ്. അവരുടെ ഒരു ചെറിയ ഫാമിലിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഫോട്ടോഷൂട്ടൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും മക്കളും. ഇക്ക ഇല്ലായിരുന്നു. ആ ഒരു ടൈമായപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു. 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ പോയി. രണ്ടുപേർക്കും നന്നായിട്ട് വിശന്നു കേട്ടോ. പക്ഷേ നല്ല ചൂടായിരുന്നു ചോറ്. ദേ ഇശല് ചൂടെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രൈഡും ഗ്രൂമും കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറൂടെ ചെയ്തേക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. നമുക്കിനി അടിപൊളി ഒരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം കേട്ടോ, ഇൻഷാ അല്ലാ.